സാർ, ഞാനാണ് രമേശ്. എന്നെ ഇവിടെ വരാൻ അനുവദിച്ചതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട്. എനിക്കതിനേക്കാൾ 10 ഇരട്ടി നന്ദി അങ്ങോട്ടുണ്ട് രമേശ. യു ആർ അണ്ടർ അറസ്റ്റ്. എന്തിനാ? കൃഷ്ണൻകുട്ടി വിലങ്ങൾക്ക്. അതാണ് ചോദിച്ചത്, എന്തിനാന്ന്. വെക്കണോ വിലങ്ങ്? ഓൺ വാട്ട് ചാർജ്? എന്നാ പിടിച്ചേ, മിസ്റ്റർ രമേശിനെ അകത്തേക്ക് വിട്ടേക്കൂ. അത് പറ്റില്ലല്ലോ. ഐജിക്ക് പോയ പെറ്റീഷനാണ്. കമ്മീഷണറുടെ ഓർഡറിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. അത് പറ്റില്ലെന്നാ പറഞ്ഞത്. എന്തുകൊണ്ട്? അത് പറ. ആ കയ്യിലിരിക്കുന്ന പേപ്പർ സാറൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. കോർട്ടിൽ നിന്നുള്ള ഓർഡറാ, മുൻകൂർ ജാമ്യം. അല്ല, ഇതിപ്പോ എവിടുന്ന് കിട്ടി? അതിലല്ലേ ഞങ്ങൾ ഈ കുപ്പായോട്ട് ബോർഡും തൂക്കിയിരിക്കുന്നത്. രമേശിനെ അകത്തേക്ക് വിട്ടേക്കൂ. അല്ല, ഈ പെൺകുട്ടിയുടെ പ്രോഗ്രാമിന് ഞങ്ങളുടെ പോലീസ് പ്രൊട്ടക്ഷൻ. അതൊക്കെ നമുക്ക് കോടതി പറയാം. കമാൻഡ് രമേശ്, ലെറ്റ്സ് ഗോ. ഞാനിത് മെർലിന് കൊടുക്കുമ്പോ നിയമപരമായി സാറും കൂടെ വേണം. സാർ വാ. അല്ല, വരാതെ പറ്റില്ലല്ലോ. രമേശ, ഒന്ന് ചോദിച്ചോട്ടെ, ഈ പൂ കൊടുക്കണമെന്ന് നിർബന്ധമാണോ? അതെ. എന്താ? അല്ല, എന്റെ കംപ്ലീറ്റ് ഗ്ലാമർ പോകുന്ന പ്രശ്നമാണേ. പോയിക്കോട്ടെ. ശരിയാ, കോർട്ട് ഓർഡർ ഉള്ളപ്പോ എന്തോന്ന് ഗ്ലാമർ അല്ലേ? ഇതാ മെർലിൻ. ഇപ്പോഴും എന്നോട് ഉള്ളു തുറന്നൊന്ന് സംസാരിക്കാൻ തോന്നാത്തത് കഷ്ടമാണ്. ഇതെനിക്ക് മെർലിനോടുള്ള ഇഷ്ടത്തിന്റെയും ആരാധനയുടേതുമാണ്. ഇത് നമ്മുടെ സാധാരണ പൂക്കളില്ലേ, അതാണ്. വാങ്ങിച്ചോളൂ. താങ്ക് യു. പ്രോഗ്രാം കാണുന്നവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടാവും. ഗുഡ് ലക്ക്. നിയമത്തിന്റെ ലൂപ്പ് ഹോൾസ് എല്ലാം നമ്മൾ അടച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരു കാരണവശാലും രമേശ് ഈ സിറ്റി വിട്ടു പോകാൻ പാടില്ല. ഏതു വിധത്തിലും അയാളെ പിടികൂടുക, അതാണ് പ്രധാനം. എല്ലാ വഴികളും ബ്ലോക്ക് ചെയ്യണം, എയറോഡ്രോം ഉൾപ്പെടെ. സിറ്റിയിലെ എല്ലാ ഹോട്ടലുകളും അരിച്ചു പെറുക്കണം. ഹലോ. യെസ് സർ. സർ, ഐജി ആണ്. സർ. ആ ബാബു, ആ കുട്ടിയുടെ പരാതി ഉണ്ടല്ലോ, ആ മെർലിന്റെ പരാതി, അതാ കുട്ടി അങ്ങ് പിൻവലിച്ചു. ഇനി അത് പ്രൊസീഡ് ചെയ്യണ്ട. ബട്ട് സർ, ഐ ഹാവ് മെർലിൻ പരാതി പിൻവലിച്ചു എന്ന്. നേരിട്ട് വന്നൊരു നന്ദി പറയണം തോന്നി, അതാ വന്നത്. നിങ്ങളുടെയൊക്കെ മുമ്പിൽ വെച്ചല്ലേ ആ ബൊക്കയും കൊണ്ട് തന്നിട്ട് അയാൾ എന്റെ പ്രോഗ്രാം കാണാനിരുന്നത്. ഞാൻ എന്റെ പരാതി ഐജിക്ക് നേരിട്ട് കൊടുത്തപ്പോ ആ രമേശ് എന്ന് പറയുന്നവൻ ഒരു കളിക്കുട്ടിയൊന്നും അല്ലാന്ന് മനസ്സിലാക്കേണ്ട സാമാന്യ ബുദ്ധിയെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണമായിരുന്നു. അവൻ അകമ്പടി സേവിച്ച് എന്റെ മുമ്പിലോട്ട് കൊണ്ടുവരാൻ നിങ്ങൾക്ക് നാണല്ലായിരുന്നല്ലോ. മുൻകൂർ ജാമ്യം ഒന്നും പറയണ്ട. ഇന്ന് രാത്രി ഞാൻ രമേശിനെ കാണുന്നുണ്ട്, ഉള്ളു തുറന്ന് സംസാരിക്കുന്നുണ്ട്. ആ കണക്ക് ഞാൻ തന്നെ തീർത്തോളാം. പോലീസിന് ഇനി അതിൽ പങ്കൊന്നും ഇല്ലെന്ന് അറിയിക്കാനും കൂടിയാണ് ഞാൻ ഇവിടെ വന്നത്. താങ്ക്സ്. മിസ് മെർലിൻ, 1 സെക്കൻഡ്. ഇന്നലെ ഒരു കയ്യബദ്ധത്തിന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് അപ്പുക്കുട്ടൻ യെസ് സർ, ഞാൻ ബാബുവാണ്. ആ മെർലിന്റെ പെറ്റീഷനിൽ പറയുന്ന രമേശില്ലേ സർ, അയാളെ പറ്റി വളരെ നിർണായകമായ കുറെ ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട്. എന്താ അത്? അറിഞ്ഞിടത്തോളം ഈ രമേശ് വളരെ നിഗൂഢതകളുള്ള ഒരു മനുഷ്യനാണ് സർ. അയാൾക്ക് സ്ഥിരമായ ഒരു വീടില്ല, ഓഫീസില്ല, ബന്ധുക്കളില്ല, സുഹൃത്തുക്കളില്ല. ആർക്കും അയാളെക്കുറിച്ച് വിശദമായി ഒന്നും അറിഞ്ഞൂടാ. പക്ഷേ ഇന്ത്യയിലെ വിവിധ ബാങ്കുകളിൽ അയാൾക്കുള്ള ഡിപ്പോസിറ്റ് 40 കോടി രൂപയിലധികം വരും. എല്ലാം ഫോറിൻ മണിയാണ് സർ. എന്തെങ്കിലും തരത്തിലുള്ള എക്സ്പോർട്സുമായി അയാൾക്ക് ഒരു ബന്ധവുമില്ല. ഒരുപക്ഷെ അയാൾ ഒരു അന്താരാഷ്ട്ര ക്രിമിനൽ ആകാനുള്ള ചാൻസും തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് ഈ സിറ്റി വിടുന്നതിന് മുമ്പ് അവനെ ഒന്ന് ചോദ്യം ചെയ്യണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ പ്രൊസീഡ് ചെയ്തോളൂ ബാബു. താങ്ക് യു സർ. അപ്പുക്കുട്ടാ, രമേശും മെർലിനും ഇന്ന് രാത്രി മീറ്റ് ചെയ്യുന്ന സ്ഥലം എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ഫ്രണ്ട്ലി മെത്തഡോ പോലീസ് മുറയോ ഏത് വേണേലും ഉപയോഗിച്ചോളൂ. ആ കുട്ടി പെറ്റീഷൻ പിൻവലിച്ചു. ഐജി വിളിച്ചു പറഞ്ഞു ഈ കേസിൽ മുമ്പോട്ട് പോകണ്ടെന്ന്. പിന്നെ ബാബുക്കുട്ടന് മാത്രം എന്താ ഇത്ര നിർബന്ധം? പറയുന്നത് കേട്ടാ മതി. തൊപ്പി വെക്കടോ.
ഈ കേസിൽ ഇനി ഞാൻ വാദിയും പ്രതിയെ നോക്കാൻ പോകുന്നില്ല, എല്ലാത്തിനും ഇടിച്ച് നിരപ്പാക്കാൻ പോവുക. അതിന്റെ പ്രത്യേകത ഡിപ്പാർട്ട്മെന്റ് നേരിടട്ടെ. ആരാ? ഞാനാ. ഇപ്പോ ഫോൺ ചെയ്തിരുന്നല്ലോ. ഇരിക്കെ. എന്താ കാര്യം? സംഗതി ഒരല്പം രഹസ്യ, അതുകൊണ്ടാ ഫോണിൽ പറയാതിരുന്നേ. ആശാന്റെ ഫീസ് എത്രയെന്ന് വെച്ച് ചോദിച്ചോ? അതൊന്നും ഒരു പ്രശ്നമല്ല. പിന്നെ മാഡത്തിന് ഒക്കെ ഒന്ന് വിശദമായിട്ട് പറയണമെന്നുണ്ട്. അടുത്തൊരു സ്ഥലത്ത് കാത്തിരിക്കുക. നമുക്ക് അങ്ങോട്ട് പോകാം. ആയിക്കോട്ടെ. ഹലോ, ഞാനൊരു പേപ്പർ റിപ്പോർട്ടറാണ് സംസാരിക്കുന്നത്. മിസ് മെർലിൻ ഉണ്ടോ? ഇല്ല, മാഡം എവിടെ ഇല്ലല്ലോ. എവിടെ പോയി? എവിടെയാണെന്നറിയില്ല. എപ്പ വരും? നാളെ വരുമെന്നാ പറഞ്ഞേ. ഓ, അവരവിടെ ഇല്ല സാർ, നാളെ വരുള്ളൂ. ഒറ്റ വീക്ക് വെച്ചത് ഞാൻ പെണ്ണിന്റെ ശബ്ദത്തിൽ സംസാരിച്ചോളാം സാർ എന്നെനിക്ക് വാക്കെന്നിട്ട് ഒരുമാതിരി പാളയിൽ കാളമെടുക്കുന്ന ശബ്ദത്തിലല്ലോ താനിപ്പോ സംസാരിച്ചത്. വയ്യെങ്ക് തൊപ്പി ഊരി വെച്ച് സ്ഥലം പറഞ്ഞിട്ട് പോടോ. ഇനിയിപ്പോ അവരെവിടെ ചെന്ന് തപ്പാനാ? ചേട്ടാ, വന്നിപ്പോ വാദിയെ പിടികൂടാനാണല്ലോ വലിയ പാട്. ഇന്ന് രാത്രി ഞാൻ രമേശിന്റെ കാല് പിടിച്ചപേക്ഷിക്കും. അതും കൂടി ഫലിച്ചില്ലെങ്കിൽ പിന്നെ ഞാനെല്ലാം നിങ്ങൾക്ക് വിട്ടുതരും. കൊല്ലണമെന്നില്ല, പക്ഷേ 1 വർഷത്തേക്ക് അവൻ കിടക്കയിൽ നിന്ന് എഴുന്നേക്കരുത്. മേലിൽ എന്റെ കൺമുമ്പിൽ വരാത്തവണ്ണം ഏതെങ്കിലും ഒരു ആശുപത്രി കിടക്കണം. എന്താ നിങ്ങളുടെ ഫീസ്? ഒരു 4 പേരെ ഏർപ്പാടാക്കാം. അതിലൊരാൾ മിടുക്കനാ. എല്ലാവർക്കും കൂടി 1.5 ലക്ഷം രൂപ വേണം. സമ്മതിച്ചു. സ്ഥലം എവിടെയാണെന്നൊന്ന് കാണണം. ഇനിയുള്ളതെല്ലാം സുന്ദരം പറഞ്ഞുതരും. പോവാം. See you. ബൈ. കൃഷ്ണൻകുട്ടി, എന്താ സർ? ഇപ്പൊ ആ പെണ്ണിനെ അവിടെ കൊണ്ടുവിട്ടില്ല, അതേപോലെ കൃഷ്ണൻകുട്ടി കമ്മീഷണർ ഓഫീസിൽ ഒന്ന് കൊണ്ടുവിട്ടേക്ക്. സർ, ഞാൻ മെർലിൻ ട്രൂപ്പിലെ ഗിറ്റാറിസ്റ്റ്. മനസ്സിലായോ? വണ്ടി വിടറോ? വരൂ. ഇതാണ് അവർ മീറ്റ് ചെയ്യാൻ പോകുന്ന സ്ഥലം. ഇവിടെ എല്ലാം മാഡം ഇന്നേക്ക് റിസർവ് ചെയ്തിരിക്കുക. എല്ലാം പരമരഹസ്യം. ദാ അവിടെ ഇരുന്നായിരിക്കും മാഡം അവനുമായി സംസാരിക്കുക. എത്ര പറഞ്ഞിട്ടും അനുസരിക്കുന്നില്ല എങ്കിൽ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് മാഡം ഓടും. അതാണ് നിങ്ങൾക്കുള്ള സൈൻ. ഒറ്റയ്ക്കിരിക്കുന്ന ഒരു പെണ്ണിനെ ഒരു അപരിചിതം ശല്യം ചെയ്യാമെന്ന നാട്ടുകാരെങ്ങനെ കൈകാര്യം ചെയ്യും? അതുപോലെ അങ്ങ് ചെയ്തേക്കണം. മനസ്സിലായി. സത്യ, നീ അവിടെ ഇരുന്നോളൂ. നിങ്ങൾ അവിടെ ഇരിക്കണം. 2 വശത്തു കൂടി അവൻ രക്ഷപ്പെടരുത്. ശരി. നീ എത്ര കാലമായി മെർലിന്റെ കൂടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? 3.5 വർഷമായി സർ. അവിടെ നിനക്ക് എന്താണ് ജോലി? ഞാൻ ട്രൂപ്പിലെ ഗിറ്റാറിസ്റ്റാണ്, സിംഗറുമാണ്. വേറൊരു ജോലിയില്ല? മാനേജറുടെ ജോലിയും ഞാൻ തന്നെയാണ്. ഇന്ന് രാത്രി എന്താണ് മെർലിന്റെ പ്രോഗ്രാം? അറിയില്ല. മാനേജറായിട്ട് നിനക്ക് അറിയില്ല? അറിയില്ല സർ. സത്യം പറഞ്ഞോണം. ഇന്ന് രാത്രി 7 മണിക്ക് മെർലിൻ എവിടെയായിരിക്കും? എനിക്കറിയില്ല സർ. നിനക്കറിയില്ല അല്ലേ? പറയടാ. എനിക്കറിയില്ല സർ. അപ്പൊ കുട്ടാ, അവനെ വിട്ടാൽ ബാബുക്കുട്ടാ, ഈ പരിപാടി നടക്കില്ല. ആളുകളെ പിടിക്കുകയും വേണം, ഇടിക്കാൻ പാടില്ല എന്ന് വെച്ചാ? അയാൾക്ക് അറിഞ്ഞൂടാ. അപ്പൊ കുട്ടാ, വേറെ മാർഗം നോക്ക്. കൃഷ്ണൻകുട്ടി, പാടോ.